Good afternoon. കേൾക്കുന്നില്ലേ? ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ. 11 കുട്ടികളാണല്ലോ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർമുലാസിലൊക്കെ വരെ കഴിഞ്ഞു. 20 കംപ്ലീറ്റ് ആക്കി അല്ലേ? ടേൺ അറൗണ്ട് ടൈം ഫോർ ഇഷ്യൂ ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ് അല്ലെ? അതിനകത്ത് 20ാമത്തെ ഫോർമുല വരെയാണ് നമ്മൾ നോക്കിയത് അല്ലെ? ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 21ാമത്തെ ഫോർമുലയാണ് കേട്ടോ. 21. ഓക്കെ. Nurse patient ratio for ICU and wards. ICUലും വാർഡ്സിലുള്ള നേഴ്സ് പേഷ്യന്റ് റേഷ്യോ, നേഴ്സിന്റെ നിങ്ങൾ പഠിച്ചു കാണുന്നില്ലേ സ്ക്രീൻ? ചിത്ര കാണാൻ പറ്റുന്നില്ലേ? ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക്? ശില്പ അവരൊക്കെ എന്നിട്ട് മോൾ ഒന്നോടെ ഒന്ന് കയറി നോക്കി. എന്നിട്ട് നോക്കിയാണോ? നോക്കി. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾ എഴുതിയ ഓക്കെ. ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ? ഇനി വല്ല റേഞ്ചിന്റെ പ്രശ്നമോ അശ്വതിയൊക്കെ കാണുന്നുണ്ട് എന്നിട്ടിട്ടുണ്ട്. ഓക്കെ, ഇത്രയ്ക്കും ഓക്കെ ആണോ? അവിടെ കാണാൻ പറ്റുണ്ടോ? റംഷീന ഒക്കെ ഇട്ടിട്ടുണ്ട്, ശ്രുതി എല്ലാവരും ഓക്കെ ആണെന്ന് ഇട്ടിട്ടുണ്ട്. ചിത്ര ഒന്നോടെ ഒന്ന് കയറി നോക്കട്ടോ അവിടെ. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നോടെ പറയട്ടെ, ഞാൻ ഒന്നോടെ ഷെയർ ചെയ്ത് നോക്കാന്ന. ബാക്കിയുള്ളവർക്കൊക്കെ കാണാന്നാ പറയുന്നേ. പിന്നെ വേറെ ഇവിടത്തെ കുഴപ്പമാകില്ല. നിങ്ങളുടെ വല്ല നെറ്റിന്റെ വല്ല പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും, റേഞ്ച് ഇല്ലാത്തതുകൊണ്ടോ ആണെന്നാവും. ഓക്കെ, കാണുന്നില്ല? എന്താ പറ്റി? ബാക്കി എല്ലാവർക്കും കാണണ്ടല്ലോ. ഇപ്പൊ നോക്കിയേ, ടെക്സ്റ്റ് ഉണ്ടോ? ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ എന്നാ ടെക്സ്റ്റ് ഒന്ന് എടുത്ത് വെക്കുന്ന കേട്ടോ. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഓക്കെ. 21 ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഓക്കെ. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഫോർ ICU ആൻഡ് വാർഡ്സ്. നേഴ്സ് പേഷ്യന്റ് റേഷ്യോ നിങ്ങൾ വാർഡ് ICUലൊക്കെ പഠിച്ചിട്ടില്ലേ? ICUലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ റേഷ്യോ എത്രയായിരുന്നു? 1:1 or 1:2 അല്ലെ? അങ്ങനെയാണ്. അപ്പൊ ഒരു പേഷ്യന്റിന് ഒരു നേഴ്സ് അല്ലെങ്കിൽ 2 പേഷ്യന്റിന് ഒരു നേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും നേഴ്സ് പേഷ്യന്റ് റേഷ്യോ. നമ്മൾ ICUല് പഠിച്ചിട്ടുണ്ട് അല്ലെ അതിനകത്ത്. അപ്പൊ അതിനകത്ത് നോക്കിയേ, അപ്പൊ നമുക്ക് ആ നേഴ്സിന്റെയും പേഷ്യന്റിന്റെയും റേഷ്യോ ഇങ്ങനെ കാണുന്നേ. നമ്പർ ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്, അവിടെ മൊത്തത്തിലുള്ള നേഴ്സിംഗ്, ഇപ്പൊ ICUലാണെങ്കിൽ അവിടെയുള്ള നേഴ്സിംഗ് സ്റ്റാഫിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓക്യുപൈഡ് ബെഡ്സ്. അവിടെ മൊത്തം ഉള്ള ബെഡ്സിന്റെ എണ്ണം കൊണ്ട്, ബെഡുകളുടെ എണ്ണം. പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഓരോ പേഷ്യന്റിന് നമ്മൾ ഒരു ബെഡായിട്ടല്ലേ നോക്കുന്നത്. ഇത്ര ബെഡിന് ഇത്ര നേഴ്സ്, അങ്ങനെയായിരിക്കും അത് പറയുന്നത്. ഇപ്പൊ ഓരോ ബെഡിനും, അതായത് ഓരോ പേഷ്യന്റിനും അവിടെ ഒരു നേഴ്സ്, അല്ലെങ്കിൽ 2 ബെഡുകൾക്ക് അല്ലെങ്കിൽ 2 പേഷ്യൻസിന് എന്താണ് ഒരു നേഴ്സ് എന്നുള്ളതാണ് ആ റേഷ്യോ നമ്മൾ പഠിച്ചത് അല്ലെ? അപ്പൊ അതെങ്ങനെയാ നമ്മൾ കാണുന്നത്? എങ്ങനെയാ? മൊത്തം ആ ICUല് അല്ലെങ്കിൽ വാർഡിലുള്ള നേഴ്സിംഗ് സ്റ്റാഫിന്റെ എണ്ണത്തെ അവിടുത്തെ ഓക്യുപൈഡ് ബെഡ്, അവിടെയുള്ള ബെഡുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 21 ടിക്ക് കിട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയം.
ഓക്കെ, ഒരുപാട് ടൈം കൺസൾട്ടേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ എന്താ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല അല്ലെ? എല്ലാവർക്കും അതുകൊണ്ടല്ലേ നമുക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ വളരെ ഫാസ്റ്റിൽ തന്നെ നമുക്ക് ഇത്രയും സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല അല്ലെ? അപ്പൊ അതിന്റെ ആ വെയിറ്റിംഗ് ടൈമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആയിട്ടുള്ള വെയിറ്റിംഗ് ടൈം. ഓക്കെ, വെയിറ്റിംഗ് ടൈം ഈസ് ദ ലെങ്ത് ഓഫ് ദ ടൈം വിച്ച് വൺ ഷുഡ് വെയിറ്റ് in order for a specific action to happen after that action is called for or mandated. Mandated എന്ന് വെച്ചാൽ നിർബന്ധിതമാക്കുക. Mandated. എന്താ നമ്മളിപ്പോ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് കൺസൾട്ടേഷൻ ആണ് നമ്മുടെ മുന്നിലുള്ള കാര്യം അല്ലേ? നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെന്നാണ്. അപ്പൊ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇപ്പൊ കൺസൾട്ടേഷൻ നമുക്ക് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ കൺസൾട്ടേഷന് നമ്മൾ നിർബന്ധമാകുകയൊക്കെ ചെയ്തതിനു ശേഷം ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ കൺസൾട്ടേഷൻ നടക്കുന്നത് വരെ അല്ലെ, അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന സമയമാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. നോക്കിയ താഴെ ഒന്നുകൂടി പറയുന്നുണ്ട്, വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ is the time from which the patient has come to the respected outpatient department. ആ ഒരു പേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന സമയം മുതൽ എവിടെ നിന്ന് ആരംഭിക്കുന്നത്? ആ ഒരു പേഷ്യന്റ് കൺസൾട്ടേഷൻ ആയിട്ട് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്ന സമയം മുതൽ എവിടെ വരിക നോക്കി? till എവിടെ വരിക? the time that the expected consultant begins the assessment. ആ expected consultant, ആ കൺസൾട്ടന്റ് നോക്കിയേ, begins the assessment. ആ അസസ്മെന്റ് ആരംഭിക്കുന്നത് വരെ അല്ലെ അസസ്മെന്റ് ആ തുടങ്ങുന്ന സമയം വരെ എടുക്കുന്ന ടൈമിനാണ് വെയിറ്റിംഗ് ടൈം ഫോർ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മള് പേഷ്യൻസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ചെന്ന സമയം മുതൽ ആ ഒരു കൺസൾട്ടന്റ് അസസ്മെന്റ് ആരംഭിക്കുന്നത് വരെ എടുക്കുന്ന ടൈമാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ. ഇനി അതിന്റെ ഫോർമുല ഒന്ന് നോക്കിയേ. സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ. സം ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ. അതായത് നമുക്ക് ആ കൺസൾട്ടേഷന് നമുക്ക് എടുത്ത ആ ടൈം, അപ്പൊ എത്ര സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു എന്നുള്ളത്, അതിനെ എന്ത് ചെയ്യണം? ആ ടൈമിനെ ആട്ടോ ടോട്ടൽ പേഷ്യന്റ് ഇൻ ടൈം ഫോർ കൺസൾട്ടേഷൻ. ആ കൺസൾട്ടേഷൻ ആയിട്ട് എടുത്ത ടൈമിനെ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്, അവിടെ മൊത്തത്തില് എത്ര ഔട്ട് പേഷ്യൻസ് ഉണ്ട് അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട് പേഷ്യൻസ്, മൊത്തത്തിലുള്ള ഔട്ട് പേഷ്യൻസ് അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. ഡയഗ്നോസിസിന് വേണ്ടി, ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗനിർണയം അല്ലെ? രോഗനിർണയം നടത്താൻ, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം, അതിന് വേണ്ടി എടുക്കുന്ന ടൈം വെയിറ്റിംഗ് ടൈം. ഓക്കെ, വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ് ഇസ് ദ ടൈം ഫ്രം വിച്ച് ദ പേഷ്യന്റ് ഹാസ് കം ടു ദ ഡയഗ്നോസ്റ്റിക് സർവീസ്. മറ്റത് പറഞ്ഞതുപോലെ തന്നെയാണ്, ആ പേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് സർവീസിൽ ഇപ്പൊ ലാബിലാകാം, റേഡിയോളജിയിൽ ഇപ്പൊ നമ്മൾ എക്സ്റേ എടുക്കാനോ സ്കാനിങ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആകാം. എന്തായാലും ആ ഡയഗ്നോസ്റ്റിക് സർവീസിൽ എത്തിയ സമയം മുതൽ എവിടെ വരെയാ നോക്കിയേ? till the time that the test is started. അല്ലെ? ആ എത്തിയ സമയം മുതൽ ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ എടുക്കുന്ന ടൈമിനെയാണ് വെയിറ്റിംഗ് ടൈം ഫോർ ഡയഗ്നോസിസ്. നമ്മളും വെയിറ്റ് ചെയ്യാറുണ്ട് അല്ലെ? ലാബിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ, അല്ലെങ്കിൽ നമ്മളിപ്പോ എക്സ്റേ എടുക്കണം, റേഡിയോളജിയിൽ ചെന്ന് ആദ്യം തന്നെ നമുക്ക് കയറാൻ പറ്റില്ല അല്ലെ? കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, വെയിറ്റിംഗ് ടൈം. അതായത് നമ്മൾ ആ ഡയഗ്നോസ്റ്റിക് സർവീസിൽ നമ്മൾ എത്തിയ സമയം മുതൽ നമ്മൾ ആ ഡയഗ്നോസിസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ സമയം വരെ, അതുവരെ എടുക്കുന്ന ടൈം, till the time that the test is started. ഫസ്റ്റ് ആ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതുവരേക്കും ഉള്ള ടൈമാണ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഇതിന്റെ ഫോർമുല ഒന്ന് കറക്റ്റ് ചെയ്തോ കേട്ടോ. അതിനകത്ത് ന്യൂമറേറ്റർ എന്താ തെറ്റായിട്ടാണ് കിടക്കുന്നത്, അത് വെട്ടുക കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കി, ഞാൻ പറയുന്നതാണോ നോക്കി, നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ചെയ്തതാണോ എന്നൊന്ന് നോക്കൂ കേട്ടോ. നോക്കി, സം ഓഫ് ടൈം taken for diagnosis.
അങ്ങനെയാണോ കിടക്കുന്നത്? ടൈമാണ് നമ്മൾ പറയുന്നത് കേട്ടോ, സം ഓഫ് അല്ല. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്തേ, ന്യൂമറേറ്റർ മാത്രം ശരിയാക്കുക കേട്ടോ. ഡിനോമിനേറ്റർ സെയിം ആയിട്ടാണ് കിടക്കുന്നത്. ആ ഫോർമുല തെറ്റായിട്ട് അവിടെ കിടക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ആ ഡയഗ്നോസിസിന് വേണ്ടി എടുക്കുന്ന ടൈമാണ്, അതിന്റെ മൊത്തം സമയമാണ് പറയുന്നത്. നോക്കിയേ, നമ്മൾ മുകളിൽ കണ്ടില്ലേ, കൺസൾട്ടേഷനിൽ കണ്ടില്ലേ, അതേ രീതിക്ക് ഫോർമുല അവിടെ എഴുതണം. നമ്മൾ എങ്ങനെ എഴുതണം? സം ഓഫ് ടൈം, ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. Sum of time taken, T-A-K-E-N, taken, sum of time taken for diagnosis. Sum of time taken for diagnosis divided by എന്താണ്? Number of patients reported in diagnosis. റിപ്പോർട്ട് ചെയ്ത ഡയഗ്നോസ്റ്റിക്കില് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടും സെയിം, ഏകദേശം ഫോർമുല സെയിം ആണ്. ഒരെണ്ണം കൺസൾട്ടേഷൻ ആണ്, ഇവിടെ ഒരെണ്ണം ഡയഗ്നോസിസ് ആണ് മാത്രമേ ഉള്ളൂ. നമ്മൾ മോളിലെ ന്യൂമറേറ്റർ ആയിട്ട് എന്താ വരുന്നത്? ടൈമാണ്. കണ്ട, നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ആ ക്വസ്റ്റ്യനാണ് നമ്മുടെ നോക്കിയേ, സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡയഗ്നോസിസ്. ഡയഗ്നോസിസിന് എടുത്ത ടൈം, അതിന് എന്ത് ചെയ്യണം നമ്മള്? ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസിസ്. ആ ഡയഗ്നോസിസ് ഫെസിലിറ്റിയില് അല്ലെങ്കിൽ ലാബില് മൊത്തത്തിലുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡയഗ്നോസിസിനായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മൊത്തം പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് പേഷ്യന്റ് റിപ്പോർട്ടഡ് ഇൻ ഡയഗ്നോസിസ്. കറക്റ്റ് ചെയ്തില്ലേ ഫോർമുല? ഓക്കെ, ഇനി അടുത്ത 24 ടിക്കറ്റ് കേട്ടോ, നോട്ട് ചെയ്യണം. ടിക്കറ്റ് വെക്കുക അതിനകത്ത്. ചിത്ര ടെക്സ്റ്റിൽ ടിക്കറ്റ് വെച്ചോട്ടോ, ടെക്സ്റ്റിൽ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിനായിട്ട് എടുക്കുന്ന ടൈം നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഡോക്ടർ വന്നിട്ട് ഡിസ്ചാർജ് പറയും, ഇന്ന് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇന്ന് ഡിസ്ചാർജ് ആണ്, ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഭാഗം വെട്ടേക്ക് എടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് പോരാൻ പറ്റുമോ? പോരാൻ പറ്റുമോ? ഡിസ്ചാർജ് ഡോക്ടർ പറഞ്ഞ അപ്പൊ തന്നെ പോരാൻ പറ്റുമോ? അവിടെ ഹോസ്പിറ്റലിൽ കുറെ ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലേ? അവിടുത്തെ ബില്ല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അല്ലെ? ചിലപ്പോ രാവിലെ ഡിസ്ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഉച്ചഴിയും അല്ലെങ്കിൽ വൈകുന്നേരത്തോട് കൂടിയ ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് പോരാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ അതിനെടുക്കുന്ന ടൈം അത് നോക്കി, അത് ഒരുപാട് ടൈം ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ എന്താ, ഹോസ്പിറ്റലിനെ നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ളതാണോ? അല്ലെങ്കിൽ നമുക്ക് ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെ? ഒരുപാട് ടൈം ലാഗ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഫാസ്റ്റ് ആയിട്ടാണെങ്കിലാണ് നല്ല ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ഇവിടെ നോക്കി, എന്താണ് ആ ഡിസ്ചാർജിന് എടുത്ത ടൈം എന്ന് പറയുന്നത് എങ്ങനെയാ? ദി ഡിസ്ചാർജ് പ്രോസസ് ഈസ് കൺസിഡേർഡ് ടു ഹാവ് ഇനിഷ്യേറ്റഡ്. എപ്പോഴാ ഡിസ്ചാർജ് പ്രോസസ് ആരംഭിക്കുന്നത്? ഇനിഷ്യേറ്റ് ചെയ്യുക ആരംഭിക്കുന്നത് when the consultant formally approves discharge. അല്ലെ? ഫോർമൽ ആയിട്ട് നമ്മുടെ ഡോക്ടർ അല്ലെങ്കിൽ കൺസൾട്ടന്റ് വന്നിട്ട് നമ്മളോട് ഡിസ്ചാർജ് പറയും അല്ലെ? ആ സമയം മുതൽ എവിടെ വരിക? ആൻഡ് എൻഡ്സ് വിത്ത് ദ പേഷ്യന്റ് ലീവിംഗ് ദ ക്ലിനിക്കൽ യൂണിറ്റ്. ആ പേഷ്യന്റ് ക്ലിനിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റല് വിടുന്ന സമയം വരിക, അതിന്റെ ഇടയിൽ എടുക്കുന്ന സമയമില്ലേ, അതിനാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഡോക്ടർ വന്നിട്ട് നമുക്ക് ഫോർമലി നമ്മളോട് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാലും നമുക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് പോരാനായിട്ട് കുറച്ച് സമയം വേണം അല്ലെ? വലിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാരും ഓക്കെ ആക്കി നമുക്ക് പോരാൻ കുറച്ച് സമയം വേണം. ആ സമയം മുതൽ നമുക്ക് ഡിസ്ചാർജ് നമുക്ക് ഫോർമലി അപ്രൂവ് ചെയ്ത സമയം മുതൽ ആ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വിടുന്ന സമയം വരെ അല്ലെങ്കിൽ ക്ലിനിക്കൽ യൂണിറ്റ് വിടുന്ന സമയം വരെ, അതാണ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഫോർമുല നോക്കിയേ, സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. കണ്ടോ, ടൈമാണ് ഇവിടെ പറയുന്നത്. ഡിസ്ചാർജിന് എടുത്ത ടൈം, സം ഓഫ് ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്. ഡിസ്ചാർജിനായിട്ട് എടുത്ത ടൈം, അതിന് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ്. അവിടെ മൊത്തം ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ ഒരു ദിവസത്തെ ആണെങ്കിൽ ആ ഒരു ദിവസം അന്ന് മൊത്തം ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസ് അവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിസ്ചാർജ് ചെയ്യാനായിട്ട് എടുത്ത ടൈമിനെ അവിടെ നമ്പർ ഓഫ് പേഷ്യൻസിന്റെ, ആ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നോട്ട് ചെയ്തിട്ടോട്ടെ, അത് ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ
ഇതിനകത്താണോ ഈ ഒരു പേജിൽ 24 പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞതില് ഏതാണ് 21 നോട്ട് ചെയ്തു കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല നോക്കണം അല്ലെ. 21 24 ഇന്ന് നമ്മളിപ്പോ പറഞ്ഞു തുടങ്ങിയത് 21 ആണ് കേട്ടോ. 21 അതും കൂടി പറഞ്ഞു. ഓക്കെ, അതും കൂടി നോട്ട് ചെയ്തു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടാന്ന് തോന്നുന്നു അല്ലെ ക്ലാസ് തുടങ്ങിയിട്ട്. ഓക്കെ, 24 നോട്ട് ചെയ്തോ. ഇനി അടുത്ത് നോക്കി, പെർസെൻറ്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഓർ ഇംപ്രോപ്പർ കോൺസെന്റ് എന്ന് വെച്ചാൽ സമ്മതം, കോൺസെന്റ് എന്ന് വെച്ചാൽ സമ്മതം, ഇംപ്രോപ്പർ ആയിട്ടുള്ള സമ്മതം അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ പെർസെൻറ്റേജ്. അതായത് നമുക്ക് അറിയാൻ പറ്റും, ഇപ്പൊ നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ചിലരൊക്കെ പകുതി വെച്ചിട്ടൊക്കെ നമുക്ക് പോകും ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെ. ഹോസ്പിറ്റലിൽ ഇപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ അവിടെ നിന്ന് തരുന്ന ആ ഒരു ട്രീറ്റ്മെന്റിൽ നമ്മൾ സംതൃപ്തരല്ലാഞ്ഞിട്ടോ അല്ലെ, അല്ലെങ്കിൽ ഡോക്ടറിന്റെ എന്തെങ്കിലും ഇത് കൊണ്ടോ അല്ലെങ്കിൽ റെഫറൻസിന് വേണ്ടി വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാം അല്ലെ. പല ഇത് കൊണ്ട് നമുക്ക് ആ ഒരു റെക്കോർഡ് കംപ്ലീറ്റ് അല്ലാതെ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് അല്ലാതെ വരാം. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ പെർസെൻറ്റേജ് നോക്കിയേ. അല്ലെങ്കിൽ ഓർ ഇംപ്രോപ്പർ കോൺസെന്റ്, ഇംപ്രോപ്പർ അല്ലാത്ത സമ്മതങ്ങൾ നോക്കി. അത് പാരഗ്രാഫ് നോക്കി. ഇൻഫോംഡ് കോൺസെന്റ് ഈസ് എ ടൈപ്പ് ഓഫ് കോൺസെന്റ് in which the health care provider has a duty to initiate his or her patient about the procedure. അല്ലെ, പേഷ്യന്റിന് നമ്മൾ ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്താണ്? നമുക്ക് ആ പേഷ്യന്റിനോട് പറയണം അല്ലെ, ആ പ്രൊസീജിയർ എന്താണ് നമുക്ക് ചെയ്യുന്നത്, എന്താണ് രോഗം അല്ലെ, എന്താണ് രോഗം, അതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ്, അതിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്, പൊട്ടൻഷ്യൽ റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ് അല്ലെ, അതിന്റെ റിസ്ക് ഇത് ഇങ്ങനെയുള്ളത്, ഇതാണ് രോഗമാണ്, അപ്പൊ നമ്മൾ ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ അതിന് എന്തെങ്കിലും റിസ്ക് വരാം, അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല അത് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അതിന് ബെനിഫിറ്റ് ഉണ്ടാകാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയർ ഓർ ട്രീറ്റ്മെന്റ് വിത്ത് ദ റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ്. അതാണ് നമ്മൾ പറഞ്ഞ ആ ട്രീറ്റ്മെന്റിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ്, റിസ്ക്, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡർ പേഷ്യന്റിനോട് പറയണം. അത് അവർക്കുടെ ഡ്യൂട്ടിയാണ്. ഇപ്പൊ ഡോക്ടർ ആണെങ്കിൽ നമ്മളോട് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ പറയൂലേ അല്ലെ. പണ്ടത്തെ ഇതൊന്നും അല്ല, പേഷ്യൻസിന് അറിയാനുള്ള അവകാശമുണ്ട്. നമുക്കറിയാം എന്താ നമ്മുടെ രോഗം, എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യണം, നമ്മുടെ സമ്മതം ഇല്ലാതെ ചെയ്യാൻ പറ്റൂല അല്ലെ. അല്ലാതെ ഡോക്ടർ പറയണ മാത്രമല്ല, നമ്മളും കൂടി അതിൽ ഇൻവോൾവ്ഡ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ പറയണം എന്നുള്ളത് ആ ഹെൽത്ത് കെയർ പ്രൊവൈഡറിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. നോക്കിയേ, സോ ആസ് ടു മേക്ക് ദ പേഷ്യന്റ് ഏബിൾ ടു ടേക്ക് ഇൻഫോംഡ് ഡിസിഷൻ ഓഫ് ഹിസ് ഓർ ഹെൽത്ത് കെയർ. അപ്പൊ അങ്ങനെ ആ ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ഡോക്ടർ നമ്മളോട് അങ്ങനെ രോഗം എന്താണ്, അതിന്റെ റിസ്ക്, ബെനിഫിറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് നമുക്ക് അതിനനുസരിച്ച് ഡോക്ടർ പറയുന്നതിന്റെ അനുസരിച്ച് നമ്മൾ ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാം അല്ലെ. നമുക്കത് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇതില്ലേ. അല്ലാതെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ അത് തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോടോ പറയുമ്പോൾ അവര് പറയൂല ഇങ്ങനെ, അങ്ങനെയാണെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ വേറൊരു ഡോക്ടർ ഉണ്ട്, അപ്പൊ ഇങ്ങനെ സർജറി ഒന്നും ചെയ്യാതെ മാറ്റി തരും, മരുന്ന് കൊണ്ട് മാത്രം മാറൂ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഡോക്ടറിന് കാണാം അല്ലേ. അതായത് ഇപ്പൊ ഈ ഡോക്ടർ ചെയ്തൊരു സർജറി പറഞ്ഞെന്ന് വെച്ചാൽ നമുക്കത് ഡിസിഷൻ എടുക്കാം, വേണോ ചെയ്യണോ അല്ലെ, നമുക്കത് തീരുമാനിക്കാം. അതിനുള്ള ഇത് നമുക്കുണ്ട്, പേഷ്യൻസിനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള അങ്ങനെ അവിടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് അല്ല അല്ലെ, റെക്കോർഡ് കംപ്ലീറ്റ് അല്ല എന്ന് പറയാം നമുക്ക്. അപ്പൊ അങ്ങനെ പോകുന്ന ആളുകളുടെ പെർസെൻറ്റേജ് നോക്കിയേ. നമ്പർ ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവ് ഇൻകംപ്ലീറ്റ് ഓർ ഇംപ്രോപ്പർ കോൺസെന്റ് ഡിവൈഡഡ് ബൈ, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, നമ്പർ ഓഫ് ഡിസ്ചാർജസ്, അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന ആളുകളുടെ എണ്ണം, ആൻഡ് ഡെത്ത്, ഡിസ്ചാർജുകളുടെയും ഡെത്ത് മരണം സംഭവിച്ചിട്ടുള്ളവരെ അല്ലെങ്കിൽ മരണങ്ങളുടെയും എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്, അത് രണ്ട് കേസും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ മരിക്കുമ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് പോകുമല്ലേ അല്ലേ. ഇപ്പൊ നമ്മളെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യന്റ് ആണ്, മരിച്ചുപോയി, അപ്പൊ ആ റെക്കോർഡ് അവിടെ ഇൻകംപ്ലീറ്റ് ആണ് അവിടെ
അല്ലെ? ഇൻകംപ്ലീറ്റ് ആണ്, പകുതി. ചിലപ്പോ എല്ലാ സർജറി ഒക്കെ പറയണ്ടാവുള്ളൂ അല്ലേ? ഇപ്പൊ എന്താ അങ്ങനെ ഒരുപാട് കേസുകൾ നിങ്ങളാണെങ്കിലും കണ്ടിട്ടില്ലേ? ഇപ്പൊ എന്റെയൊക്കെ ഒരു അമ്മാവൻ ഹോസ്പിറ്റലായിരുന്നു, ഒരു സർജറി പറഞ്ഞാണ് ബ്ലോക്ക് ആയിട്ട്. അപ്പൊ ഇങ്ങനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസമായിരുന്നു സർജറി പറഞ്ഞത്. അപ്പൊ തൊട്ടടുത്ത് കിടക്കുന്ന അമ്മാവൻ പറഞ്ഞു, തൊട്ടടുത്ത് കിടക്കുന്ന അത് മൊത്തം കാർഡിയോളജിയുടെ സെക്ഷൻ ആയിരുന്നു. അപ്പൊ അയാൾക്ക് സർജറി പറഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ, 2 ദിവസം കഴിഞ്ഞാണ് സർജറി ചെയ്യാതിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടായിട്ട് ആള് മരിച്ചു. അപ്പൊ എന്താ പറയാ, ആ ഒരു നമുക്ക് എന്താ പറയാ, സർജറി ചെയ്താൽ പക്ഷെ രക്ഷപ്പെട്ടേനെ. പക്ഷെ എന്താ പറയാ, അപ്പൊ അവിടെ ആ റെക്കോർഡ് ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലെ? സർജറി കാര്യങ്ങളൊക്കെ പേപ്പറുകൾ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതാണ്, പക്ഷെ എന്താ പറയാ, ആള് മരിച്ചുപോയി അല്ലെ? അപ്പൊ അങ്ങനെ അവിടെ മൊത്തം ആ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ടുള്ളവര് അല്ലെങ്കിൽ ഡെത്ത് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ അല്ലേ അത്? ഇൻറ്റു 100 കേട്ടോ, ഇൻറ്റു 100 ചെയ്യുക. അങ്ങനെയായിരുന്നോ ഷബാനയുടെ റിലേറ്റീവും അങ്ങനെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോ മരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അതൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്കത് ഇത് കംപ്ലീറ്റ് അല്ല അല്ലേ? അപ്പൊ അങ്ങനെ വലിയ എന്ന് പറഞ്ഞാൽ എന്താ, അതും നമുക്കൊരു ഇപ്പൊ എന്താ പറയുക, ഡിസ്ചാർജ് ആയിപ്പോയി, ഇപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് പകുതി വെച്ച് നിർത്തി, നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ഫെസിലിറ്റിയിലേക്ക് പോയാലും അവിടുത്തെ ആ റെക്കോർഡ് കംപ്ലീറ്റ് അല്ല അല്ലെ? അപ്പൊ അതും എന്താ പറയാ, ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഇതും കൊണ്ടാണ് സംഭവിച്ചേ അല്ലെ? ആ ഒരു ഇതും കൂടി നമ്മള് എന്താ ഇങ്ങനെ അക്രഡിറ്റേഷൻ കൊടുക്കാനുള്ള മാനദണ്ഡങ്ങളിൽ ഈ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് 26 സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ്. എമർജൻസി മെഡിക്കേഷൻസിന്റെ സ്റ്റോക്ക് ഔട്ട്. എന്താ സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞത്? സ്റ്റോക്ക് ഔട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, സ്റ്റോക്ക് ഔട്ട്. ആ മെഡിസിൻ സ്റ്റോക്ക് ഔട്ട് ആണ്. ചിലപ്പോ നമ്മള് ഫാർമസിയില് അല്ലെങ്കിൽ നമ്മള് മെഡിക്കൽ സ്റ്റോറിലൊക്കെ മരുന്ന് മേടിക്കാൻ ചെല്ലുമ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയ മെഡിസിൻ ആണ് എന്താണ്, ബാലൻസ് ഇല്ലാത്തത് അല്ലെ? അത് ശരിയാണ്. എന്താണ് ബാലൻസ് ഇല്ല, അതായത് നമ്മൾ സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ. സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ അതേതാ? എമർജൻസി മെഡിക്കേഷൻസ്. എമർജൻസി മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എമർജൻസി ആയിട്ട് അല്ലെ, അടിയന്തരമായിട്ട് വേണ്ട മരുന്നുകളാ. അത് എപ്പോഴും അതിന്റെ ഒരു സ്റ്റോക്ക് കീപ്പ് ചെയ്യണം. ഹോസ്പിറ്റല് ഇപ്പൊ ഫാർമസി ആണെങ്കിലും അല്ലെ, നമ്മൾ ആ എമർജൻസി മരുന്നുകൾ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് പിന്നെ ആളുടെ നാളെ കൊടുക്കാന്ന് പറയാൻ പറ്റും, അത് എമർജൻസി ആയിട്ട് വേണ്ടതാണ്. എപ്പോ ആവശ്യപ്പെട്ടാലും അതിന്റെ ഒരു സ്റ്റോക്ക് ആ ഫാർമസിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വേണം, ആ എമർജൻസി. അപ്പൊ അതങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള, സ്റ്റോക്ക് ഔട്ട് എന്ന് വെച്ചാൽ നിലവിൽ ആ സ്റ്റോക്ക് ഇല്ല. എമർജൻസി മരുന്നുകൾ നിലവിൽ സ്റ്റോക്ക് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ പെർസെന്റേജ് എത്ര മരുന്നുകൾ അങ്ങനെ സ്റ്റോക്ക് ഔട്ട് ഉണ്ട്. അപ്പൊ നമ്മുടെ മിക്ക മരുന്നുകളും സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ആണെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പേഷ്യന്റ് സേഫ്റ്റി മെച്ചപ്പെടുത്താനാണ് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ അല്ലെ? ആ മരുന്നുകൾ എപ്പോഴും നമ്മുടെ ഫാർമസിയിലൊക്കെ പഠിച്ചില്ലേ സ്റ്റോക്ക് ഔട്ട് മെഡിസിന്റെ കാര്യമൊക്കെ. ഇങ്ങനെയുള്ള മരുന്നുകൾ എന്താണ് നമുക്ക് എപ്പോഴും അവിടെ ആ എമർജൻസി മെഡിക്കേഷൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രഗ് ലിസ്റ്റില് ലിസ്റ്റ് ചെയ്തിട്ടുള്ള മരുന്നുകൾ എപ്പോഴും ഫാർമസിയിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വേണം. അപ്പൊ ആ സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥ നോക്കിയേ. The stock out is an event which happens when an item listed as in emergency medications. അല്ലെ, ഒരു എമർജൻസി മെഡിക്കേഷൻ ആയിട്ട് മരുന്നായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് എന്താണ് by the organization is not available upon the requested requirement. ആ റിക്വസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ അവൈലബിൾ അല്ലാത്ത അവസ്ഥ കേട്ടോ. By the organization is not available upon the requested requirement date in the organization. Okay, അതാണ് സ്റ്റോക്ക് ഔട്ട് റേറ്റ്. അപ്പൊ അത് അത്ര നല്ല കാര്യമല്ല അല്ലെ?
മരുന്നുകൾ എപ്പോഴും നല്ലൊരു ഇതാണെങ്കിൽ, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ല ഹോസ്പിറ്റൽ ആണെങ്കിൽ അപ്പൊ എപ്പോഴും എമർജൻസി മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതിന്റെ റേറ്റ് നോക്കിയേ. നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി ഡ്രഗ്സ്, ആ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള എമർജൻസി മരുന്നുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡ്രഗ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ്സ് ഇൻ എ ഹോസ്പിറ്റൽ ഫോർമുലറി. ഫോർമുലറി എന്ന് പറഞ്ഞാൽ ഡ്രഗ് ലിസ്റ്റ് അല്ലെ, ഇൻറ്റു 100. എന്താ പറഞ്ഞേക്കുന്നത്, അവിടെ സ്റ്റോക്ക് ഔട്ട് ഇപ്പൊ നമ്മളൊരു ഡ്രഗ് ലിസ്റ്റില് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫോർമുലറിയില് ഒരു 100 മരുന്നുകൾ എമർജൻസി ഡ്രഗ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതില് ചിലപ്പോ ഒരു 10 മരുന്നുകൾ സ്റ്റോക്ക് ഔട്ട് ആയി. ഇപ്പൊ എങ്ങനെ എഴുതാം ഫോർമുല, എങ്ങനെ എഴുതും? ഡ്രഗ് ലിസ്റ്റില് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫോർമുലറിയില് നമ്മുടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മരുന്നുകള് അല്ലെ, അതില് എത്ര എണ്ണം സ്റ്റോക്ക് ഔട്ട് ആയി, അതായത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള മരുന്നുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം, അവിടെ മൊത്തം ആ ഡ്രഗ് ലിസ്റ്റില് എമർജൻസി മരുന്നായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള മരുന്നുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. എവിടെ ഫോർമുല കണ്ടില്ലല്ലോ, ആരും മെസ്സേജ് ഇട്ടില്ലല്ലോ. എത്രയാ ഞാൻ പറഞ്ഞത്, 100 എണ്ണം എമർജൻസി മരുന്നായിട്ട് ഡ്രഗ് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഫോർമുലറിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മരുന്നുണ്ട്. അതിൽ 10 എണ്ണം സ്റ്റോക്ക് ഔട്ട് ആണ്, സ്റ്റോക്ക് ഇല്ലാതെ വന്ന മരുന്നാണ്. ഫോർമുല എങ്ങനെ എഴുതും? അതെങ്കിലും ഒന്ന് ഇട്ടേ. 10 ഡിവൈഡ് ബൈ 100 ഇൻറ്റു ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. ഓക്കെ, വെരി ഗുഡ്. അത് ഇനി നെക്സ്റ്റ് ആണ് 27 ആണ് കേട്ടോ. 27 ക്ലിയർ അല്ലേ? നോക്കിയേ. നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽ. മോക്ക് ഡ്രിൽ കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടാവില്ല, ഡിസാസ്റ്റർ ഒക്കെ പഠിച്ചപ്പോ അല്ലെ. മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞ എന്താണ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ദുരന്തത്തെയൊക്കെ നേരിടാനുള്ള ഒരു പരിശീലനം, അതാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മള് ഈ എന്താ പറയാ, ഓരോരോ ഡിസാസ്റ്ററുകള് അല്ലെ, എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ നേരിടാം, അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കാര്യങ്ങൾ കൊടുക്കും അല്ലെ. ഇപ്പോൾ ഫയർ മോക്ക് ഡ്രിൽ ഉണ്ട്, ഡിസാസ്റ്റർ വരുമ്പോൾ അതിനെ ഇതാക്കാനുണ്ട് ഡിസാസ്റ്റർ ഡ്രിൽ ഉണ്ട്, കോഡ് ബ്ലൂ ഡ്രിൽ ഉണ്ട് അല്ലെ, മെഡിക്കൽ എമർജൻസി കോഡ്, അതായത് കാർഡിയാക് അറസ്റ്റ് അങ്ങനെയുള്ളത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ പെട്ടെന്ന് അതിന് നമുക്ക് എന്താ ഓവർകം ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കാര്യങ്ങൾ, CPR ഒക്കെ കൊടുക്കൂലേ, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ആ സംഭവങ്ങൾ നോക്കിയേ. നമ്പർ ഓഫ് വേരിയേഷൻ ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽ. നോക്കിയേ, മോക്ക് ഡ്രിൽ ഈസ് എ വാർ മോക്ക് ഡ്രിൽ അല്ലെ. നമുക്ക് വാറ് എന്തെങ്കിലും യുദ്ധങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് നമുക്ക് എന്താണ് ഓവർകം ചെയ്യാൻ കൊടുക്കുന്ന ട്രെയിനിങ്. ശരിയാണ്. Okay, mock drill is a stimulation exercise of preparedness for any type of event. ഏതൊരു സംഭവമാണെങ്കിലും എന്താണ്, ഒരു ഡിസാസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങള്, അതിനെ നമുക്കൊരു പ്രിപ്പയർനെസ് അല്ലെ, അതിനെ നമുക്ക് എന്താ പറയുക, അതിനെ നമുക്ക് തയ്യാറെടുക്കാൻ, പ്രിപ്പയർ ചെയ്യാൻ എടുക്കുന്ന ഒരു എക്സസൈസ്, അതായത് ഒരു ട്രെയിനിങ് ആണ് ഈ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള ഇവന്റ്സ് ആയിക്കോട്ടെ, സംഭവങ്ങളായാലും നമുക്കൊരു സ്റ്റിമുലേഷൻ എക്സസൈസ്, അതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്, അതിനെ നമുക്ക് എന്താണ്, അതിനെ തരണം ചെയ്യാൻ അല്ലെ, അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു വ്യായാമം, സ്റ്റിമുലേഷൻ എക്സസൈസ് ആണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ബി ആൻ ഇവന്റ് ഓർ എ ഡിസാസ്റ്റർ. ഇത് ഇവന്റ് ആകാം അല്ലെങ്കിൽ ദുരന്തം, ഒരു ഡിസാസ്റ്റർ ആവാം. This is basically a dry run or preparedness drill. Okay, for example, fire mock drill. ഫയർ, തീപിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ. ഡിസാസ്റ്റർ ഡ്രില്ല്, ദുരിതങ്ങള് സംഭവം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ. കോഡ് ബ്ലൂ ഡ്രില്ല്, അതായത് നമ്മൾ പറയാം കാർഡിയാക് അറസ്റ്റ് അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ അങ്ങനെയുള്ള സംഭവം ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു പരിശീലനം. ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർനെസ് ഡ്രില്ല്, പകർച്ചവ്യാധികളൊക്കെ ഇല്ലേ,
ആഗോള തരത്തിലുള്ള കൊറോണ ശരിയാ ആഗോള തലത്തിലുള്ള പകർച്ചവ്യാധികൾ. അപ്പൊ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്കിപ്പോ എന്താ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവിടെ ഒരു ഇത് കൊടുത്തില്ലേ, ട്രെയിനിങ് കൊടുത്തില്ലേ ഈ കൊറോണയൊക്കെ വന്ന സമയത്ത്. ഹെൽത്ത് മേഖലകളിലുള്ളവരോടൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ പ്രത്യേകം ട്രെയിനിങ് അതിനുള്ള ക്ലാസ്സുകൾ ഒക്കെ അവർക്ക് കൊടുത്തു അല്ലെ. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇതാണ്. ഇതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് ഫോർമുല ഉണ്ടോ? ചിത്രേ ടെക്സ്റ്റില് ഫോർമുല കൊടുത്തിട്ടുണ്ടോ അതിന്റെ 27ന്റെ? നോക്കി ഇല്ലെങ്കിൽ ആ ഫോർമുല ഒന്ന് എഴുതി വെച്ചോട്ടോ. ഇല്ല, ഒന്ന് എഴുതിക്കോട്ടോ ഫോർമുല. number of total number of variations ഉണ്ട്. ഉണ്ടെന്നാണ്, ചിലരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇവിടെ ഞാൻ ഷെയർ ചെയ്തേക്കുന്നതിലും ഇല്ല, എന്റെ കയ്യിലിരിക്കുന്നതിലും ഇല്ല, ഞാൻ വേറെ എഴുതി വെച്ചതാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക, ഇല്ലാത്തവരും ഒന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. Total number of variations observed, observed in a mock drill. Total number of variations observed in a mock drill divided by total number of observation made. Total number of observation made into 100. Just ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇതൊന്ന് നോട്ട് ചെയ്യണ്ട. അതിനകത്ത് ആ പേജിൽ നിങ്ങൾ 24 പഠിച്ചാൽ മതി കേട്ടോ. ഇതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല എക്സാമിനൊന്നും. Total number of variation observed in a mock drill divided by total number of observation made into 100. ഇനി നെക്സ്റ്റ് നോക്കിയേ, പേഷ്യന്റ് ഫോൾ റേറ്റ് ആണ്. ഇത് ടിക്ക് കേട്ടോ. അതായത് ഫോൾ പെർ 1000 പേഷ്യന്റ് ഡേ ആ പറയുന്നത്. 1000 ദിവസങ്ങള്. ഏതാണ് മെയ്ഡ്? സംഗീതം മെയ്ഡ്, MADE, മെയ്ഡ്. Total number of observation made, MADE, made into 100. ഇനി നോക്കിയേ, പേഷ്യന്റ് ഫോൾ റേറ്റ്. പേഷ്യന്റ് ഫോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വീഴാ. നിങ്ങൾ വീണിട്ടില്ലേ? വീഴാറില്ലേ നമ്മള്? പേഷ്യന്റിന്റെ ഫോൾ റേറ്റ്, ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ അവിടെ വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണം അല്ലെ, അത് നോക്കിയേ. ഇപ്പൊ ഫോള് വീഴാന്ന് പറഞ്ഞാൽ എന്താ? ചിലപ്പോ എന്തെങ്കിലും തെന്നി വീഴാം അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളിൽ തട്ടി വീഴാം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് പോകാൻ സ്ഥലമില്ലാതെ അതെ അങ്ങനെ വേണമെങ്കിൽ വീഴാം അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് പേഷ്യൻസ് വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ഈ fall is defined as a loss of upright position. fall എന്ന് പറഞ്ഞാൽ എന്താ? വീഴുക എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ നിൽക്കാനുള്ള ഒരു upright പൊസിഷൻ, നമ്മൾ നേരെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ നഷ്ടപ്പെടുകയല്ലേ, അതല്ലേ fall എന്ന് പറയുന്നേ അല്ലെ. നേരെ നിൽക്കാൻ പറ്റില്ല, അതാണ് വീഴ്ച. അപ്പൊ നമ്മൾ വീഴും. That result in landing on the floor. അതിന്റെ നേരെ നിൽക്കാൻ പറ്റാതെ എന്ത് പറ്റും? നമ്മൾ എന്താ, as the result in landing on the floor, ഫ്ലോറില് തറയില് നമ്മൾ ലാൻഡ് ചെയ്യാം, വീഴാൻ കാരണമാകും. ഓർ ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ, ഓർ ആൻ ഒബ്ജക്ട് ഓർ ഫർണിച്ചർ, ഓർ എ സഡൻ അൺകൺട്രോൾഡ് unintentional not purposeful downward displacement of the body to the floor or ground or hitting another objects like a chair or stair. പല രീതിയെ പറഞ്ഞേക്കുന്നത് അല്ലെ. നമുക്ക് പെട്ടെന്ന് നമ്മളത് ആസൂത്രണം ചെയ്തു വെച്ചേക്കണ കാര്യമാണോ? നമുക്കത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ലേ, നമുക്ക് കൺട്രോൾ തെറ്റിപ്പോവുക, അതാണ് നമുക്ക് വീഴുന്നത് അല്ലെ. അൺഇൻറ്റൻഷണൽ, അതായത് മനഃപൂർവ്വം അല്ലാതെ സംഭവിക്കുന്ന കാര്യമാണ് അല്ലെ. നമുക്ക് ആ ഡൗൺവേർഡ്, താഴേക്ക് നമ്മൾ വീഴാണ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ടു ദ ഫ്ലോർ, ഫ്ലോറിലേക്കോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്കോ ഒക്കെ. എങ്ങനെ? നമ്മൾ ഇനി വേറെ എന്തെങ്കിലും വസ്തുക്കൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെ, വല്ല ഡെസ്കോ ബെഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്യുപ്മെന്റ്സോ എന്തെങ്കിലും ഇപ്പൊ ഓൺ ദ വേ പോകുന്ന വഴിയിലൊക്കെ നമ്മൾ ഇങ്ങനെ
നടക്കുന്നത്, അശ്രദ്ധമായി നടക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ വല്ല സാധനങ്ങളൊക്കെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് നമുക്ക് കുറച്ച് ഓൺ ദ വേയില് കുറച്ചും കൂടി നീങ്ങിക്കാം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ അങ്ങനെ തറയിൽ വല്ല വീണിട്ട് അങ്ങനെ വേണമെങ്കിൽ വീഴാം. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവം കൊണ്ട് നമ്മുടെ ആ ഒരു നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് അതിന്റെ ഫലമായിട്ട് നമ്മൾ തറയിലോ അല്ലെങ്കിൽ ഫ്ലോറിലോ ഒക്കെ വീഴാം. അതാണ് ഇറ്റ് ഈസ് ആൻ ഇവന്റ് ദാറ്റ് ends in a person coming to rest unknowingly on the ground or floor or other lower level. അല്ലേ, നമുക്ക് എന്താ പറയുക, നമ്മൾ റെസ്റ്റിലേക്ക് നമ്മൾ അറിയാതെ തന്നെ, നമ്മൾ മനഃപൂർവ്വം ഇരുന്നല്ല, നമ്മൾ അറിയാതെ തന്നെ ആ ഒരു പേഴ്സൺ എന്താണ് ഗ്രൗണ്ടിലോ ഫ്ലോറിലോ അല്ലെങ്കിൽ താഴെ ഒരു ലോവർ ലെവല് അവിടെയൊക്കെ അതിലേക്ക് വീഴാൻ കാരണമാകുന്ന ഒരു സംഭവമാണ്. നോക്കിയേ, ഫോർമുല നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾ, അവിടെ വീഴുന്ന ആ ഹോസ്പിറ്റലിൽ വീഴുന്ന ആളുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ്, അവിടെ മൊത്തം വന്ന പേഷ്യന്റ് അല്ലെ പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻടു 1000 ചെയ്യുക. ഇപ്പൊ ഒരുപാട് ഫോൾ റേറ്റ് കൂടുതലാന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നല്ലൊരു ഇതാണോ വരുന്നേ, ആ ഒരു പെർസെന്റേജ് നോക്കി. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഒരു 1000 പേര് വന്നു, അതില് ഒരു പകുതി ഒരു 600 പേര് വീഴുവാണെങ്കിൽ ഹോസ്പിറ്റലിന്റെ കുഴപ്പം തന്നെയാ അല്ലെ. അപ്പൊ നമുക്ക് അതിനൊരു നല്ലൊരു അക്രഡിറ്റേഷൻ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റില്ല അല്ലെ, നല്ല ക്വാളിറ്റി ആണ്, നല്ല ഹോസ്പിറ്റൽ ആണെന്നുള്ളൊരു അക്രഡിറ്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതും നോക്കാം കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഫോർമുല നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾ, അവിടെ വീഴുന്ന പേഷ്യൻസിന്റെ എണ്ണത്തെ ആ നമ്പർ ഓഫ് പേഷ്യൻസ് ഡേയ്സ്, പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 ചെയ്യുക. ഇനി നോക്കിയേ, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്, നിയർ 1000 കൊണ്ട് പേഷ്യൻസ് സുരക്ഷിതരല്ല, ശരിയാണ് അല്ലെ. പേഷ്യൻസിന് ഒരു സുരക്ഷയുമില്ല, അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി അവിടെ ഹോസ്പിറ്റലിൽ നോക്കാനുള്ള, അതുകൊണ്ടല്ലേ സംഭവിക്കുന്നേ അല്ലെ. പേഷ്യന്റിന്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി ഒന്നും ഹോസ്പിറ്റലിൽ കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് വരുന്ന പേഷ്യൻസ് ഒക്കെ വീഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സംഭവമാണ്. ഇപ്പൊ എല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ വെക്കുകയാണെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവില്ല, ഹോസ്പിറ്റലിൽ ഉണ്ടാവില്ല അല്ലെ. ഓക്കെ, ഇനി അടുത്ത പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ്സസ് എന്ന് വെച്ചാൽ ജസ്റ്റ് മിസ്സാവുക. നമ്മൾ പറയാറുണ്ട് അല്ലെ, ഞാൻ വീഴേണ്ടതായിരുന്നു, ജസ്റ്റ് ഞാൻ മിസ്സായി പറയാറില്ലേ നമ്മള്, കഷ്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയും അല്ലെ. അതെന്ന് വെച്ചാൽ എന്താ, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് എന്ന് പറഞ്ഞു നോക്കിയേ. എ നിയർ മിസ് ഈസ് ആൻ അൺപ്ലാൻഡ് ഇവന്റ്, നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കാര്യമല്ല അല്ലെ, ആസൂത്രിതമല്ലാത്ത കാര്യമാണ്. ദാറ്റ് ഡിഡ് നോട്ട് എൻഡ് ഇൻ ആൻ ഇഞ്ചുറി, ഇൽനെസ് ഓർ ഡാമേജ് ബട്ട് ഹാഡ് ദ പവർ ടു ഡു. എന്താണ്, ഒരു ഇഞ്ചുറിക്കോ എന്തെങ്കിലും മുറിവിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജിലേക്കോ അതിലേക്ക് വരാൻ ചാൻസ് ഉള്ള, അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. അതിനുള്ള ശക്തിയുണ്ട്. ചിലപ്പോ എന്താ പറയാ, നമുക്കൊരു മുറിവ് പറ്റാനുള്ള ഒരു ഇതുണ്ട്, പവർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു രോഗം വരാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കൈയോ കാലോ ഒക്കെ ഒടിയാനോ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ആകാനൊക്കെ ഉള്ള ഒരു ശക്തിയുണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്നില്ല, നമ്മൾ ജസ്റ്റ് മിസ്സായി എന്ന് പറയും അല്ലെ. ഇപ്പൊ നമ്മൾ തെന്നി വീഴാൻ പോയി, പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും നമ്മളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വീഴുന്നത് നമുക്ക് എന്താ മിസ്സായി എന്ന് പറയൂലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതായിപ്പോയി, നമ്മൾ ആ വീഴാതെ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടും അല്ലെ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, അൺപ്ലാൻഡ് ഇവന്റ് ആണ്, ഒരു ആസൂത്രിതമല്ലാത്ത കാര്യമാണ്. പക്ഷെ അതെന്താണ്, നമ്മളൊരു ഇഞ്ചുറിയിലേക്കോ ഒരു രോഗത്തിലേക്കോ എന്തെങ്കിലും ഡാമേജിനോ കാരണമാകുന്നില്ല, അല്ലെങ്കിൽ അതിൽ കലാശിക്കുന്നില്ല. പക്ഷെ അതിനുള്ള പവർ ഉണ്ട്. Errors that did not result in patient harm then what would have can be classified as near misses. അവ പേഷ്യന്റിന് എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്ന did not result in patient error that did not result in patient harm, പേഷ്യന്റിന് ദോഷമാകുന്നില്ല അല്ലെ. അതായത് എന്തെങ്കിലും പിശകുകളാണ്, പക്ഷെ ആ പേഷ്യന്റിന്റെ ദോഷത്തിലേക്ക് എത്തുന്നില്ല. പക്ഷെ അതിനുള്ള ഒരു എന്തുണ്ട്, ബട്ട് could have, പക്ഷെ അതിനുള്ള ഒരു ഇതുണ്ട്, പവർ ഉണ്ട് അതിന്.
അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നിയർ മിസ്സസ് എന്ന് പറയുന്നത്. ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ്, അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിയർ മിസ്സുകളുടെ എണ്ണം അതിന് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ്, അവിടെ ഇൻസിഡൻസ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇൻസിഡൻസ് സംഭവങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അവിടെ ഇൻറ്റു എന്നില്ല കേട്ടോ, അതൊന്ന് ഇട്ട് വെച്ചോ. അതിന് മുന്നത്തെ ഫോർമുലയിലും 1000 എന്നേ ഉള്ളൂ, ഇൻറ്റു തന്നെയാണ് കേട്ടോ അത്, ഇൻറ്റു 100 ഇൻറ്റു 100. ഓക്കെ, ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ, മൂന്നെണ്ണം കൂടെ ഉള്ളൂ നമുക്ക്. അടുത്ത് നോക്കിയേ, അതിനകത്ത് 28 നോട്ട് ചെയ്തിടണം കേട്ടോ. ഇനി നോക്കിയേ, ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി, നീഡില് നമുക്ക് എന്തെങ്കിലും സൂചിയൊക്കെ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് മുറിവ് പറ്റാം അല്ലെ. എന്തെങ്കിലും ഒരു ഷാർപ്പ് ഒബ്ജക്ട്സ്, എന്തെങ്കിലും നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ട് എന്തെങ്കിലും ഇഞ്ചുറി, എന്തെങ്കിലും മുറിവ് സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡൻസ് സംഭവങ്ങളുടെ ഒരു റേറ്റ്, ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്, നീഡില് കൊണ്ടുണ്ടാകുന്ന അല്ലെ, നീഡില് കൊണ്ടുണ്ടാകുന്ന മുറിവുകള്, അതിന്റെ പെർസെന്റേജ്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഈസ് എ പെർഫറേറ്റിംഗ് സ്റ്റാബ് വൂണ്ട് ഫ്രം ദ നീഡിൽ. സ്റ്റാബ് എന്ന് വെച്ചാൽ എന്താ, കുത്തുക, കുത്തുമ്പഴ. പെർഫറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സുഷിരം. അപ്പൊ അതായത് സൂചി അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സ് നമ്മുടെ സ്കിന്നില് നമ്മൾ കുത്തുമ്പോൾ സ്കിന്നിന് ഉണ്ടാകുന്ന ഒരു സുഷിരം അല്ലെങ്കിൽ ഒരു മുറിവ്, അതാണ്. ദാറ്റ് മേ റിസൾട്ട് ഇൻ എക്സ്പ്ലോഷർ ടു. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കാം, ബ്ലഡ് ഉണ്ടാകുക, ബ്ലഡ് വരും അല്ലെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് എന്തെങ്കിലും കാലിന് എന്തെങ്കിലും മുറിവ് പറ്റി ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, ബ്ലീഡിങ് അല്ലെ, ബ്ലീഡിങ് ഉണ്ടാവാം. അതായത് അപ്പൊ അങ്ങനെ വല്ലതും ചെയ്യുമ്പോൾ നമ്മൾ ഈ സിസർ വെച്ച് കട്ട് ചെയ്യുമ്പോഴെങ്ങാണ്ട് കൈ എങ്ങാനും തെന്നി കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ഒബ്ജക്ട്സ് കൊണ്ട് നമ്മുടെ വേറെ ഏതെങ്കിലും ഭാഗത്ത് മുട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ബ്ലഡ് വരൂലേ അല്ലേ. അപ്പൊ അത് അവരുടെ സ്റ്റാഫിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. അങ്ങനെയുള്ള സംഭവങ്ങള് ഇപ്പൊ നോർമലായിട്ട് ചെയ്യുമ്പോൾ അല്ലാതെ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് ഇതുപോലെ സർജറിയോ മറ്റോ കാര്യങ്ങളോ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് അതിന് പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഓൾറെഡി ബ്ലീഡിങ് ഒക്കെ വരും അല്ലെ. ഇതിപ്പോ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സോ അല്ലെങ്കിൽ സിറിഞ്ചോ സൂചിയും കൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കുത്തുമ്പോൾ അവിടെ നിന്ന് ആ മുറിവിൽ നിന്ന് ബ്ലഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ വരാം. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ആർ വൂണ്ട് കോസ്ഡ് ബൈ നീഡിൽ. അതാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്. എന്തുകൊണ്ടുണ്ടാകുന്നതാ, നീഡിലും കൊണ്ട് ഉണ്ടാകുന്നതാണ്. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ആർ വൂണ്ട് കോസ്ഡ് ബൈ ദി നീഡിൽ. നീഡില് മൂലം, നീഡില് കാരണം ഉണ്ടാകുന്ന ഇഞ്ചുറിയാണ്. ദാറ്റ് ആക്സിഡന്റലി പഞ്ചർ ദ സ്കിൻ. അതെന്തിന് കാരണമാകുന്നു, സ്കിന്നിന് പഞ്ചർ ആവാൻ അല്ലെ, സ്കിന്നിന് എന്താ പറയാ മുറിവ് പറ്റാനൊക്കെ കാരണമാകുന്നു. ഫോർമുല നോക്കി, നമ്പർ ഓഫ് പാരന്റൽ എക്സ്പ്ലോഷർ. പാരന്റൽ എന്ന് പറഞ്ഞാൽ ബൈ ഇഞ്ചക്ഷൻ ആണ് കേട്ടോ, ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ എന്തെന്ന് പറയാം, എനി ഇഞ്ചുറി കോസ്ഡ് ബൈ ഷാർപ്പ് ഒബ്ജക്ട്, അങ്ങനെയല്ല കുഴപ്പമില്ല. പാരന്റൽ എക്സ്പ്ലോഷർ, എനി ഇഞ്ചുറി കോസ്ഡ് ബൈ എനി ഷാർപ്പ് ഒബ്ജക്ട്സ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഇഞ്ചുറിനെ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ്. ഇപ്പൊ ഇൻപേഷ്യന്റ് ആയിട്ട് വന്ന എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ അവിടെ വന്നിട്ടുള്ള നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 ചെയ്യുക. നമ്പർ ഓഫ് പാരന്റൽ എക്സ്പ്ലോഷർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേയ്സ് ഇൻറ്റു 1000. ഇത് നോക്കിയേ, ഇനി 31 32 രണ്ടും പഠിക്കണം കേട്ടോ. 31 32 നോട്ട് ചെയ്തിടണം. നോക്കിയേ, അപ്രോപ്രിയേറ്റ് 31 ആട്ടോ. അപ്രോപ്രിയേറ്റ് ഹാൻഡ് ഓവർ ഡ്യൂറിംഗ് ഷിഫ്റ്റ് ചേഞ്ചസ് ടു ബി ഡൺ സെപ്പറേറ്റ്ലി ഫോർ ദ ഡോക്ടർ ആൻഡ് നേഴ്സസ്. ചെയ്യാറില്ലേ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ
പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ്. ഷിഫ്റ്റ് നമ്മളിപ്പോ രാവിലെ ഡ്യൂട്ടിക്ക് വന്ന ഡ്യൂട്ടി നേഴ്സ് രാവിലെ മോർണിംഗ് 8 to 5 വരെയാണ് അവർക്ക് ഡ്യൂട്ടി എങ്കിൽ അത് കഴിഞ്ഞ് ഷിഫ്റ്റ് നൈറ്റ് വേറെ നേഴ്സ് ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ ആ നേഴ്സ് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യും. അപ്പൊ ആ പേഷ്യന്റിന് അത്രയും നേരം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, മരുന്നുകളാണെങ്കിലും ഒക്കെ കൊടുത്തത് എല്ലാവരും റെക്കോർഡിൽ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നെക്സ്റ്റ് പേഷ്യന്റ് വരുമ്പോ അതൊന്ന് വായിച്ചു നോക്കണം അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തത്, ഇപ്പൊ വൈകുന്നേരത്തെ മെഡിസിൻസ് കൊടുത്തോ എന്നൊക്കെ ഉള്ളത് അതൊന്ന് നോക്കും. അതെന്തിനാ, ആ ട്രീറ്റ്മെന്റിന് കണ്ടിന്യൂഷൻ കിട്ടാൻ. അതുപോലെ തന്നെ ഡോക്ടറും അതെ, ഇപ്പൊ നമ്മൾ ഡോക്ടർ മാറുവാണെങ്കിലും നമ്മൾ ഡോക്ടർ ആണെങ്കിലും ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പൊ നൈറ്റ് ഡ്യൂട്ടി ഡോക്ടർ വേറെ ആയിരിക്കും, ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ, പിന്നെ രാവിലെ മോർണിംഗിൽ വേറെ ഡോക്ടർ ആയിരിക്കും. അപ്പൊ രാത്രി നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ചെന്ന് ഡ്യൂട്ടി ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചെന്ന് കാണുമ്പോൾ എന്താ, അപ്പൊ ഇന്നലെ വന്നു എന്ന് പറയുമ്പോ നോക്കൂലേ അല്ലെ. അതായത് ആ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ആ റെക്കോർഡുകൾ ഹാൻഡ് ഓവർ ചെയ്യണം ശരിക്കും. ഓക്കെ, അതിന്റെ പെർസെന്റേജ് അങ്ങനെ എത്രത്തോളം ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട് ആ പെർ പേഷ്യന്റ് പെർ ഷിഫ്റ്റ് ആണ്. ഓരോ പേഷ്യന്റും അത് ഷിഫ്റ്റും ആണ്, ഓരോ ഷിഫ്റ്റിലും അല്ലെങ്കിൽ ഓരോ പേഷ്യന്റ് വൈസും അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യണം. ഫോർമുല ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഡൺ അപ്രോപ്രിയേറ്റ്ലി. അപ്പൊ അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന എണ്ണം, എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് അങ്ങനെ ആ ഹോസ്പിറ്റൽ റൂൾ അനുസരിച്ച് അല്ലെ, അതാണ് ശരിക്കും വേണ്ടത്. ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡോക്ടർ മാറുകയാണെങ്കിലോ അല്ലെങ്കിൽ നേഴ്സ് ആണെങ്കിലോ ഷിഫ്റ്റ് ചേഞ്ച് ഇത് വരുമ്പോൾ എന്ത് ചെയ്യണം, അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ റെക്കോർഡ് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം, നെക്സ്റ്റ് ആൾക്ക് കൈമാറണം അല്ലെ. അങ്ങനെ നോക്കിയ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഡൺ അപ്രോപ്രിയേറ്റ്ലി. അപ്രോപ്രിയേറ്റ്ലി എന്ന് പറഞ്ഞാൽ അനുയോജ്യമായി ഹാൻഡ് ഓവർ ചെയ്യുന്ന ടോട്ടൽ നമ്പർ അല്ലെ. അങ്ങനെ എത്രത്തെ കേസുകൾ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ്. അവിടെ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് ന്യൂമറേറ്റർ കിടക്കുന്നത് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഡൺ അപ്രോപ്രിയേറ്റ്ലി, അപ്രോപ്രിയേറ്റ് ആയിട്ട് അനുയോജ്യമായി ഹാൻഡ് ഓവർ ചെയ്ത എണ്ണം, കേസുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം, ആ ഹാൻഡ് ഓവർ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളുള്ള അതിന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. 31 നോട്ട് ചെയ്തോ കേട്ടോ. ഒരു പേജിൽ നമ്മൾ 28 പറഞ്ഞു, 31 പറഞ്ഞു. ഇനി ലാസ്റ്റത്തെ 32 ആണ്. കംപ്ലൈന്റ്സ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ. കംപ്ലൈന്റ്സ് റേറ്റ്, കംപ്ലൈന്റ്സ് പാലിക്കുക, പാലിക്കുക, പാലിക്കുക. എന്താന്ന് നോക്കിയേ, കംപ്ലൈന്റ്സ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ശരിക്കും പ്രിസ്ക്രിപ്ഷൻ എങ്ങനെ എഴുതണം എന്നാണ് ഹോസ്പിറ്റലിലെ റൂൾ എന്നറിയോ? നമ്മുടെ റൂൾ അനുസരിച്ച് ശരിക്കും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ പ്രിസ്ക്രിപ്ഷൻ എഴുതണം എന്നാണ്. എന്താ അങ്ങനെ പറയണേ കാര്യം? എന്താണ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം എന്ന് പറയാൻ? നമുക്ക് വലിയ ഇററുകളൊക്കെ വരാതിരിക്കാം അല്ലെ. ഡോക്ടർമാരെ എഴുതണം നമുക്ക് വായിക്കാൻ പറ്റുമോ? നമുക്കത് വായിക്കാൻ പറ്റുമോ? ഇനി വല്ലാം എന്താ പറയാ, അത് നമ്മൾ കൂട്ടക്ഷരത്തിലൊക്കെ എഴുതുമ്പോൾ ചിലപ്പോ എന്താ മരുന്നുകളിൽ ചിലപ്പോ ഒരു ലെറ്റർ കൊണ്ട് ചിലപ്പോ വേറെ മാറിപ്പോകാം അല്ലെ. അപ്പൊ അതുകൊണ്ട് ശരിക്കും നമ്മൾ എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ പ്രിസ്ക്രിപ്ഷൻ എഴുതണം എന്നാണ്. നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ഡോക്ടർമാരൊക്കെ അങ്ങനെ എഴുതാറുണ്ടോ? എത്ര ഡോക്ടർമാരെ എഴുതുന്നുണ്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പ്രിസ്ക്രിപ്ഷൻ? നോ. നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ആരുടെ ഇല്ലേ? ഇല്ല, ഇല്ല. എന്റെ മോളെ കാണിക്കുന്ന ഡോക്ടർ ക്യാപിറ്റൽ ലെറ്ററിലാട്ടോ എഴുതുന്നേ. അപ്പൊ ആദ്യം നമുക്കാണെങ്കിലും എന്താ പറയാ, ഇങ്ങനെ എല്ലാ ഡോക്ടേഴ്സും ഒന്നും അങ്ങനെ എഴുതുന്ന കണ്ടിട്ടില്ല അല്ലെ. കുറച്ച് പേര്, ശരിക്കും റൂൾ അതാണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ പ്രിസ്ക്രിപ്ഷൻ എഴുതണം. എന്തിനാ? ഇററുകൾ വരാതിരിക്കുക. ക്യാപിറ്റൽ ലെറ്റർ ആകുമ്പോ പിന്നെ മാറിപ്പോവല്ലോ അല്ലെ. ഓരോ ലെറ്ററും പറക്കിയല്ലേ നമ്മൾ അവിടെ എഴുതണേ. അപ്പൊ വേറെ മിസ്റ്റേക്കുകൾ വരാനൊന്നുമില്ല. അപ്പൊ ശരിക്കും അങ്ങനെ വേണമെന്ന്. അപ്പൊ ആ ഹോസ്പിറ്റലില് എത്ര പ്രിസ്ക്രിപ്ഷൻസ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നുണ്ട്. ചില പ്രിന്റ് സിസ്റ്റം ആണിപ്പോ പ്രിന്റ് ചെയ്യാൻ, പ്രിന്റ് അത് നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് പഠിക്കാനുണ്ട്. അവിടെ നമ്മൾ മൊത്തം ടെക്നോളജി, ഡിജിറ്റലൈസ്ഡ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നെക്സ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് കാര്യങ്ങളൊക്കെ ഓരോന്നും
വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാണ്ട്. ഇത്തിരി വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ നല്ല ചാപ്റ്റർ, നമുക്ക് കേട്ടിരിക്കാൻ നല്ല ത്രില്ലുള്ള ചാപ്റ്റർ. ഓരോ സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ അത് തുടങ്ങാം കേട്ടോ. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മള് എന്താ പറയാ, അപ്പോൾ പ്രിസ്ക്രിപ്റ്റ് ശരിയാ, നമ്മള് ഡോക്ടർ ആണെങ്കിലും മരുന്നുകളൊന്നും നേരിട്ടല്ല. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് അല്ലെ, അസിസ്റ്റന്റ് അവര്, അല്ലെങ്കിൽ ഡോക്ടർ തന്നെയാണെങ്കിലും കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത് അല്ലെ. കമ്പ്യൂട്ടറിൽ നേരെ മരുന്നുകൾ എഴുതും, അത് നമ്മൾ പിന്നെ നേരെ ഫാർമസി ചെന്നാൽ മതി. അത് നേരെ സിസ്റ്റത്തിൽ കൂടെ നേരെ എവിടെ ഫാർമസിയിൽ എത്തും. അത് ഓരോ പേഷ്യൻസ് വൈസും ഇപ്പോ ഈ നമ്മൾ പ്രിസ്ക്രിപ്ഷൻസ് സിസ്റ്റം വഴിയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇതിൽ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ അല്ലാതെ നമ്മൾ പറഞ്ഞത് ലെറ്റർ പാടായിട്ട് എഴുതൂലേ, അപ്പൊ അങ്ങനെ പ്രിസ്ക്രിപ്ഷൻസ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതണം എന്നാണ് ശരിക്കും പറയുന്നത്. ഫോർമുല നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ആ ഹോസ്പിറ്റലില് ആ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയ പ്രിസ്ക്രിപ്ഷൻസിന്റെ എണ്ണത്തെ എന്ത് ചെയ്യണം, ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ, അവിടെ മൊത്തം പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത പ്രിസ്ക്രിപ്ഷന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ക്ലിയർ ആണോ നോക്കിയ ഫോർമുല? ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയ പ്രിസ്ക്രിപ്ഷന്റെ എണ്ണത്തെ മൊത്തം അവിടെ പ്രിസ്ക്രിപ്ഷൻ ക്യാപിറ്റലും സ്മോളിലും ഒക്കെ ആയിട്ട് പ്രിസ്ക്രിപ്ഷൻസ് മൊത്തം പ്രിസ്ക്രിപ്ഷൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടിക്കറ്റ് വെച്ചാണ് ഫോർമുലാസ് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇത് ബൈ ഹാർട്ട് ചെയ്താൽ നമുക്ക് അറിയാലോ, ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അത് വേറൊന്നും എടുത്തൊന്നും തരാറില്ല. സാധാരണ ഇതിലെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആക്കിയിട്ടോ ഡിവൈഡ് എന്നുള്ളത് വല്ല മൾട്ടിപ്ലിക്കേഷൻ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടേക്കണം കേട്ടോ. അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ ഞാൻ ഇട്ടേക്കുന്നത്. അതേ സെയിം ഫോർമാറ്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന്, മോഡലിനും മെയിൻ എക്സാമിനൊക്കെ ആ രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ അടിക്കണ്ട. 32 ഫോർമുല ഉണ്ട്, ഒരു 2-3 ഫോർമുലയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ എക്സാമിന്. ഈ ഒരു സെക്ഷനിൽ 1-2 എന്തായാലും കാണും. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും പഠിച്ചത്. എന്നാലും അതിനകത്ത് ഇമ്പോർട്ടന്റ് ഉള്ളത് ടിക്കറ്റ് തന്നിട്ട് അത്രയും നോക്കാം കേട്ടോ. ഇനി ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിടാം. നമുക്ക് അടുത്തതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ലാസ്റ്റ് സെക്ഷൻ ആട്ടോ. ക്വാളിറ്റി മാനേജറിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിൽ നിന്ന് നമ്മൾ ഫോർമുല തന്നെയാണ് ഈ സെക്ഷനിൽ ചോദിക്കാറ്. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ അങ്ങനെ കണ്ടിട്ടില്ല. ക്വാളിറ്റി മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി, ഇനി അഥവാ ഇൻക്ലൂഡ് ചെയ്യണത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കുള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം, ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേറെ മിസ്റ്റേക്കുകളൊന്നും വരാതെ തന്നെ വേഗം നമുക്ക് കണ്ടുപിടിക്കാം. എന്തായാലും നമുക്കൊന്ന് വായിച്ചു പോകാം. നോക്കിയേ, ദ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ ഷുഡ് സപ്പോർട്ട് ദ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ് at the hospital and be accountable for designing and establishing quality procedure, standards and specification in hospital. Okay, the quality manager in hospital should support. എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു? ക്വാളിറ്റി മാനേജർ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജർ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെൽ, ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഉറപ്പുവരുത്ത, അഷുറൻസ് എന്ന് പറയുന്ന ഉറപ്പുവരുത്ത, അഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുന്ന ആ പ്രോഗ്രാമുകളെ പിന്തുണയ്ക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അറ്റ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയിലെ ഉറപ്പുവരുത്തുന്നത് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളെ പിന്തുണയ്ക്കുന്നു. അറ്റ് ദ ആൻഡ് ബി അക്കൗണ്ടബിൾ, അതിനൊപ്പം തന്നെ എന്തൊരു ഉത്തരവാദിത്വമുണ്ട്? ഫോർ ഡിസൈനിങ്, ഡിസൈൻ ചെയ്യാന്ന് വെച്ചാൽ രൂപകൽപ്പന ചെയ്യുക. ആൻഡ് എസ്റ്റാബ്ലിഷിംഗ്, സ്ഥാപിക്കുക, രൂപകൽപ്പന ചെയ്യുക, സ്ഥാപിക്കുക. എന്ത്? ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, ക്വാളിറ്റി നല്ല ഗുണമേന്മയുള്ള പ്രൊസീജിയർ, നടപടിക്രമങ്ങള്, സ്റ്റാൻഡേർഡുകള് ആൻഡ് സ്പെസിഫിക്കേഷൻ, നിർദ്ദേശങ്ങള്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സ്പെസിഫിക് നിർദ്ദേശങ്ങൾ ഒക്കെ, സ്റ്റാൻഡേർഡുകള്, പ്രൊസീജിയർ, ഇതെല്ലാം സ്ഥാപിക്കുകയും അത് രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുക, അത് ഡിസൈൻ ചെയ്യുക, അത് സ്ഥാപിക്കുകയും ചെയ്യുക. He or she must encourage quality improvement in all the process and the procedure of the hospital and share reports. അവന് അല്ലെങ്കിൽ അവൾക്ക് എന്തിനു ഉത്തരവാദിത്വമുണ്ട്? എന്തിനെ എൻകറേജ് ചെയ്യുക?
പ്രോത്സാഹിപ്പിക്കുക. എന്തിനു ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. കണ്ടോ, ഹോസ്പിറ്റലിലെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ, ഗുണമേന്മ മെച്ചപ്പെടുത്താനുള്ളത് എല്ലാ പ്രോസസ്സിലും പ്രൊസീജിയറിലും അല്ലെ. ആൻഡ് റിപ്പോർട്ടുകൾ ഷെയർ ചെയ്യുക. ആ ഹോസ്പിറ്റലിലെ എന്താണ് പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സ്, അതില് നമുക്ക് ആ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കുക. ഇനി കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എൻഷുറിംഗ്. ഫസ്റ്റ് പോയിന്റ് എന്താ? Ensuring good quality non-clinical services such as infection prevention, security, diet, etc. അപ്പൊ ക്ലിനിക്കൽ സർവീസിൽ മാത്രമല്ല അല്ലെ, നോൺ ക്ലിനിക്കൽ സർവീസിലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. അപ്പൊ അങ്ങനെ ആ ഒരു നോൺ ക്ലിനിക്കൽ സർവീസസ് ഏതൊക്കെയാ? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ, സെക്യൂരിറ്റി, ഹോസ്പിറ്റലിന്റെ സെക്യൂരിറ്റി, അത് പേഷ്യൻസിന്റെ സുരക്ഷിതത്വം, ഡയറ്റ് തുടങ്ങിയ ഡയറ്റ് നമ്മൾ പഠിച്ചതാണ് അല്ലെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ. ഡയറ്റ് തുടങ്ങിയ ആ നോൺ ക്ലിനിക്കൽ സേവനങ്ങളില് നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുക. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ക്വാളിറ്റി മാനേജറിന്റെ ഉത്തരവാദിത്തമാണ്. നോൺ ക്ലിനിക്കൽ സർവീസില് നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തുക. കിട്ടിയില്ലേ? ഇനി അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. എന്തായാലും ക്വാളിറ്റി മാനേജറിൽ റെസ്പോൺസിബിലിറ്റി ചോദിക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് നമുക്ക് ഓർത്ത് വെക്കാലോ അല്ലെ. അപ്പൊ എല്ലാവരും ആ ഒരു രീതിയിലാണ് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അധികം എന്താ പറയാ റിസ്ക് എടുക്കണ്ട. ഇവിടെ നോക്കി അറിയാം, നല്ല ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ ക്വാളിറ്റി മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വന്നെയല്ലേ അല്ലേ. ഒന്നാമത്തെ പോയിന്റ് എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. എന്ത് ഉറപ്പുവരുത്തണം? ഗുഡ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തണം. എവിടെ? നോൺ ക്ലിനിക്കൽ സർവീസസ്. കിട്ടിയ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ നോക്കിയേ, എൻഷുറിങ് ക്ലീൻ സറൗണ്ടിങ്സ്. അതും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്നല്ലേ. നല്ലൊരു വൃത്തിയുള്ള ചുറ്റുപാട് ഉറപ്പുവരുത്തുക. എവിടെയൊക്കെയാന്ന് നോക്കിയേ? OPD ഏരിയ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, വാർഡുകളില്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് പേഷ്യന്റ് അമ്യൂണിറ്റീസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അമ്യൂണിറ്റീസ് എന്താ? ഫെസിലിറ്റികള് അല്ലെ, പേഷ്യന്റിന് കൊടുക്കുന്ന ഫെസിലിറ്റികളില്. ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്. ഔട്ട്സോഴ്സ്ഡ് സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിന് പുറത്ത് കൊടുത്ത് ചെയ്യുന്ന. നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഏതാണ് നമുക്ക് ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞ ചാപ്റ്ററില് ഈ ഔട്ട്സോഴ്സ് സർവീസ് അതിനകത്ത് പറയണ്ട. അതിനകത്ത് ഇപ്പൊ ഹോസ്പിറ്റലില് നമ്മള് തുണികളൊക്കെ ക്ലീൻ ചെയ്യും, അലക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ മാത്രമല്ല, നമുക്ക് കുറഞ്ഞ റേറ്റിന് പുറത്ത് കൊടുത്ത് വേണമെങ്കിൽ അത് ചെയ്യാം, ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോ അങ്ങനെ നമ്മൾ പുറത്ത് കൊടുത്ത് ആ സർവീസ് ചെയ്യൂലേ, അപ്പോ എന്ത് ചെയ്യണം? അവിടെ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഈ ക്വാളിറ്റി മാനേജറിന്റെ എന്താണ് ഒരു കീ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നതാണ്. കീ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ക്ലീൻ സറൗണ്ടിങ്സ്, ഒരു ക്ലീൻ ആയിട്ടുള്ള അല്ലെ, ഒരു വൃത്തിയുള്ള ഒരു ചുറ്റുപാട് ഉറപ്പുവരുത്തുക. അത് മാറിപ്പോവില്ലോ. OPD ഏരിയയില്, വാർഡില്, ലേബർ റൂമില്, ഓപ്പറേഷൻ തിയേറ്ററില്, പേഷ്യന്റിന്റെ ഫെസിലിറ്റികളില്, ഔട്ട്സോഴ്സ് സർവീസില്, ഇതിലെല്ലാം എല്ലാ സ്ഥലങ്ങളിലും നല്ലൊരു വൃത്തിയുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തുക. അടുത്തൊരു പോയിന്റ് നോക്കാം. പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് റീച്ച് ആറ്റ് ദ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. എന്താണ് പറഞ്ഞേക്കുന്നത്? പീരിയോഡിക്കൽ ഇവാലുവേഷൻ. ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക്കൽ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേഷൻ ചെയ്യണം. ഹോസ്പിറ്റലുകളിലെ എന്താണ് ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് കണ്ടോ? പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്. എന്തിനു വേണ്ടിയാ? ടു റീച്ച് അറ്റ് ദ സ്കോർ ഫോർ എ ഫെസിലിറ്റി. ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒരു നിശ്ചിത സ്കോറിലേക്ക് എത്തിക്കുന്നതിന് അല്ലെ, ആ ഒരു സ്കോറിനായി നമ്മുടെ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം? പീരിയോഡിക്കലായിട്ട് ഇവാലുവേഷൻ ചെയ്യുക. പീരിയോഡിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്. എന്തിനാണ്? അത് നോക്കിയിട്ട് നമ്മൾ പീരിയോഡിക് ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേഷൻ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ ആ ഒരു നിശ്ചിത സ്കോറിലേക്ക് എത്തിക്കുക. 3 പോയിന്റ് ആട്ടോ നമ്മൾ പറഞ്ഞത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.
പോയിന്റും നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അത് മൂന്നെണ്ണം തന്നെയാണ്, മൂന്നെണ്ണം നമ്മൾ പഠിച്ചത്. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.